വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വിറൽ. ഇവിടെ നമുക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. അതായത് രജിസ്ട്രേഷൻ ഫോം എന്നുള്ളതും ലോഗിൻ ഫോം എന്നുള്ളതൊക്കെ ഫ്രം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതൊന്ന് കറക്റ്റ് ചെയ്യാം. ഫോം ഇവിടെ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കൺട്രോളറിൽ മാറ്റി അത് യൂസ് ചെയ്യുന്നിടത്ത് മാറ്റണം. റൗട്ടറല്ല നമ്മൾ യൂസ് ചെയ്യാം. റൗട്ടിലൊന്നും ഓക്കെ, ഇവിടെ ഫോം ആക്കിയിട്ടുണ്ട്. എറേഴ്സ് ഒന്നുമില്ല, വർക്കിംഗ് ആണ്. ഇനി ജസ്റ്റ് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യണം. എന്തെങ്കിലും എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കനോട്ട് പോസ്റ്റ് ഓർ ദ രജിസ്ട്രേഷൻ. അപ്പോ ആ ഫോം എങ്ങോട്ടേക്കാണ്, രജിസ്ട്രേഷൻ ഫോം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ആ ഒരു ഓത് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാലേക്ക് പോസ്റ്റ് റിക്വസ്റ്റ് ആണ്. പക്ഷെ അങ്ങനെ ഒരു റൗട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. പോസ്റ്റ് റൗട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതാണ് ഇനി ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ എന്തെങ്കിലും കൺട്രോളർ ഫംഗ്ഷൻ കൊടുക്കണം. അപ്പൊ കൺട്രോളറിൽ ഫംഗ്ഷൻ ഉണ്ടാക്കണം. പിന്നെ കൺട്രോളറിൽ ഫംഗ്ഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം? സർവീസിനെ വിളിക്കണം. കാരണം ഡാറ്റാബേസ് ഓപ്പറേഷനുകളാണ്. അപ്പൊ സർവീസ് ഉണ്ടാക്കിയിട്ടില്ല. സർവീസിന് എന്ത് ചെയ്യണം? മോഡലിനെ വിളിക്കണം. അപ്പൊ മോഡൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ലാസ്റ്റത്തത് ഏതാണ് അത് ആദ്യം ഉണ്ടാക്കാം. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇനി ഉണ്ടാക്കേണ്ടത് മോഡലാണ്. മോഡൽ ഫയലിൽ വന്നിട്ട് നമ്മൾ യൂസേഴ്സിനെ സേവ് ചെയ്യാനുള്ള ഒരു ടേബിൾ, ഡാറ്റാബേസിൽ ഒരു ടേബിൾ അല്ലെങ്കിൽ ഡോക്യുമെന്റ് എന്ന് പറയും. മോംഗോഡിബിന്റെ കൺസെപ്റ്റിലാവും ഡോക്യുമെന്റ്. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മോംഗൂസിന്റെ സ്കീമ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് യൂസ് ചെയ്യുന്നത്. മോംഗൂസ് എന്ന് പറയുന്നത് മോംഗോ ഡി ബി ഡാറ്റാബേസ് കണക്ട് ചെയ്യാനും അതേപോലെ അതിന്റെ സ്കീമ ഡിഫൈൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ORM ആണ്, ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ് എന്ന് പറയും. ORM അതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ കണക്ഷന് വേണ്ടി ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോംഗൂസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡാറ്റാബേസ് നമുക്ക് ലോക്കൽ ഹോസ്റ്റിൽ നമ്മൾ ഡാറ്റാബേസ് എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്നൊക്കെ കണ്ടു. അപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല ഇൻഫർമേഷൻസ് വേണം. ചിലപ്പോൾ ഹോസ്റ്റിന്റെ നെയിം വേണ്ടി വരും, ഡാറ്റാബേസിന്റെ നെയിം, യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനെ പലതും വേണ്ടി വരും ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ. അപ്പൊ MongoDB നോർമലി ഡാറ്റാബേസ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഡാറ്റാബേസ് പ്രൊട്ടക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു നോർമൽ URL കണക്ഷന് വേണ്ടി നമ്മൾ മോംഗോ കോമ്പസിൽ കണ്ടതുപോലെയുള്ള URL കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെയുള്ള അതൊക്കെ കൊടുക്കുമ്പോൾ എന്താണ്, അതൊരു URL ആണെങ്കിൽ പോലും അതൊരു കോൺഫിഗർ ചെയ്യാൻ പറ്റുന്ന, അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അത് ഇതൊരു URL എന്ന് പറയുമ്പോൾ നമ്മൾ ലോക്കലിൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കമ്പ്യൂട്ടറിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ ആ URL എന്തായിരിക്കും? നമ്മളെ ലോക്കലിലുള്ള ഡാറ്റാബേസിന്റെ URL ആയിരിക്കും. ഇനി ഇതേ ആപ്ലിക്കേഷൻ നമ്മൾ ക്ലൗഡിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത്, എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇന്റർനെറ്റിൽ ഹോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റർനെറ്റിലുള്ള ഏതെങ്കിലും ഒരു മോംഗോഡിബിന്റെ URL ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരും. അതിന് മോംഗോ അറ്റ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർവീസുകൾ ഉണ്ട്. മോംഗോഡിബിന്റെ തന്നെ പെയ്ഡും ഫ്രീ വെർഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അതിൽ ഒരു ഡാറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടുത്തെ URL ആയിരിക്കും കൊടുക്കേണ്ടത്. അപ്പോ അവിടെ തന്നെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ലോക്കലി ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മളൊരു URL കൊടുത്തു നമ്മൾ കോഡിൽ ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ, എന്നിട്ട് ഹോസ്റ്റ് ചെയ്യുമ്പോൾ വീണ്ടും നമ്മൾ കോഡിൽ പോയി മാറ്റേണ്ടി വരും അല്ലെ? അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഇങ്ങനത്തെ ക്രെഡൻഷ്യൽസും അതേപോലെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ്, യൂസർ നെയിം, പാസ്വേഡ്, അങ്ങനത്തെ കോൺഫിഗറേഷൻസ് ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്? കോഡിൽ എക്സ്പോസ് ചെയ്യരുത്. കോഡിൽ എക്സ്പോസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ആ കോഡ് നമ്മൾ ഗിറ്റബിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിലുള്ള യൂസർ നെയിം പാസ്വേഡും എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ സെക്യൂരിറ്റി റിസ്ക് ആണ്. ഹാക്കേഴ്സ് ഒക്കെ സ്റ്റീൽ ചെയ്ത് കൊണ്ടുപോകും. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഇൻഫർമേഷൻ നമ്മൾ .env എന്ന് പറഞ്ഞൊരു ഫയലിലാണ് നമ്മൾ ആഡ് ചെയ്ത് വെക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിൻ പ്രോജക്റ്റിന്റെ ഫോൾഡറിൽ .env എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കാം. അതേപോലെ തന്നെ .env.example എന്ന് പറഞ്ഞൊരു ഫയൽ ഉണ്ടാക്കാം. .env.example. എന്നിട്ട് ഇതിൽ ഏതൊക്കെ കീ വാല്യൂ പേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റും, എന്തൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾക്ക് MongoDBന്റെ ഒരു URI വേണം. MongoDB URI ഈക്വൽ ടു, പിന്നെ അതേപോലെ തന്നെ പോർട്ട് നമ്പർ നമ്മളിപ്പോ ഹാർഡ് കോഡ് ചെയ്ത് കൊടുത്തതല്ലേ നമ്മൾ AppJS-ല്, ഒരു പോർട്ട് 300 എന്നുള്ളത്, അതും നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന രീതിയിൽ ആക്കാം. അപ്പൊ നമ്മൾ എക്സാമ്പിളില് എന്തൊക്കെ ഈ ആപ്ലിക്കേഷനിൽ എന്തൊക്കെ ക്രെഡൻഷ്യൽസ് ആണ് ENV ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിൽ ഡിഫൈൻ ചെയ്ത് വെക്കുക എക്സാമ്പിളിൽ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ കോഡ് എടുക്കുന്ന ആൾക്ക് അയാളുടെ കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ക്ലൗഡിലോ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ENV എക്സാമ്പിളിൽ കൊടുത്ത ഇതേ ക്രെഡൻഷ്യൽസ് നോക്കിയിട്ട് ENV എന്ന് പറഞ്ഞ ഫയൽ ഉണ്ടാക്കുക. എന്നിട്ട് അതിൽ അതിന്റെ വാല്യൂസും കൂടെ കൊടുത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ ENV എന്ന് പറയുന്ന ഫയല് ഗിറ്റിൽ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. കാരണം അതിൽ നമ്മൾ ക്രെഡൻഷ്യൽസ് കൊടുക്കല്ലോ. അപ്പൊ പിന്നെ ഗിറ്റിലേക്ക് അത് പോകാൻ പാടില്ല. അപ്പൊ star.env എന്ന് പറഞ്ഞ് കൊടുക്കാം. അപ്പോൾ .env എന്ന് പറയുന്ന എക്സ്റ്റൻഷൻ ഉള്ള ഫയല് ഗിറ്റിൽ പോകില്ല. പക്ഷെ ENV എക്സാമ്പിൾ പോകും. അപ്പൊ ENV എക്സാമ്പിൾ പോകുന്ന കാരണം എന്താണ്? അത് നമ്മൾ എന്ത് ചെയ്തിട്ടില്ല? ഇതിൽ ആഡ് ചെയ്ത് വെച്ചിട്ടില്ല. ഗിറ്റ് ഇഗ്നോറിൽ ആഡ് ചെയ്ത് വെച്ചില്ല. അതിൽ .env മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ENV അപ്പൊ നമ്മൾ ഗിറ്റ് ഇഗ്നോറിൽ തന്നെ ആഡ് ചെയ്തപ്പോൾ കണ്ടില്ല, ഒരു മങ്ങിയ കളറിലാണ് കാണുന്നത്. ഇതൊരു പോവില്ല, ഗിറ്റിൽ പോവില്ല എന്നുള്ള രീതിയിലാണ് കാണുന്നത്. കാരണം അത് എന്താണ്,
നമുക്ക് .env ഇവിടെ ആഡ് ചെയ്ത് വെച്ചതുകൊണ്ട്. ഓക്കെ, ഇനി എക്സാമ്പിളിലുള്ള ഈ ഒരു കോൺഫിഗറേഷൻ നമ്മൾ എടുത്തിട്ട് നമ്മൾ env ഫയലിലേക്ക് കൊണ്ടിട്ട് എന്നിട്ട് അവിടെ നമുക്ക് വാല്യൂസ് കൊടുക്കാം. ആദ്യം പോർട്ട് നമുക്ക് 3000 അല്ലേ, ആ 3000 ആണ് പോർട്ട് എന്നുള്ളത്. അതോടെ കൊടുത്ത് ഈക്വൽ ടു ഇട്ടിട്ട് കൊടുത്തു. ഇനി URI നമുക്ക് കൊടുക്കണം. URI എങ്ങനെയാണ് കൊടുക്കേണ്ടത്? നമ്മൾ മോങ്കോ കോമ്പസ് കണ്ടിരുന്നു. മോങ്കോ DB കോമ്പസിൽ കണക്ഷൻസിൽ പോയി കഴിഞ്ഞാൽ ആ ഒരു കണക്ഷൻ കണ്ടതാണല്ലോ. സോ കണക്ഷൻ ഇൻഫോ എങ്ങനെയായിരുന്നു നമ്മൾ കണക്ട് ചെയ്തത്? ലോക്കൽ ഹോസ്റ്റ് 27017. ഉദാഹരണത്തിനിവിടെ ന്യൂ കണക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരും മോങ്കോ DB ലോക്കൽ ഹോസ്റ്റ് 27017. അത് കോപ്പി ചെയ്യാം. എന്നിട്ട് സ്ലാഷ് നമ്മുടെ ഡാറ്റാബേസിന് ഒരു പേര് കൊടുക്കുക. ഡാറ്റാബേസ് അവിടെ ഉണ്ടാക്കണം എന്നല്ല, ഫസ്റ്റ് റൺ ചെയ്യുമ്പോൾ അങ്ങനെ ഡാറ്റാബേസ് ഇല്ലെങ്കിൽ മോങ്കൂസ് ആ ഡാറ്റാബേസ് ഓട്ടോമാറ്റിക് അവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഡാറ്റാബേസിനുള്ള പേര് ട്രാക്കർ എന്നാണ് നോക്കാം. നമ്മൾ രണ്ടും ക്രിയേറ്റ് ചെയ്ത് ഇനി എങ്ങനെ ഈ env ഫയൽ എങ്ങനെ നമ്മൾ AppJS യൂസ് ചെയ്യും? ലേറ്റസ്റ്റ് ആയിട്ടുള്ള റീസെന്റ് കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തിട്ടുള്ള Node.js വേർഷനിലൊക്കെ ഡയറക്റ്റ് യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ അങ്ങനെ അത് നമ്മൾ ലേറ്റസ്റ്റ് Node.js വേർഷൻ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി പാക്കേജ് ഉപയോഗിക്കണം. ആണ് .env എന്ന് പറയുന്ന പാക്കേജ്. അതൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം നമുക്ക്. .env npm സെർച്ച് ചെയ്യാം. അപ്പൊ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ടെർമിനലിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. 2 ടാബിൽ എടുത്തിട്ടുണ്ട് സെയിം ഫോൾഡറിൽ ഞാൻ. അപ്പൊ ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 2 ടാബിൽ എടുത്തത്. അല്ലെങ്കിൽ എന്ത് ഇത് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും ഇൻസ്റ്റാൾ ചെയ്ത് വീണ്ടും റൺ ചെയ്യേണ്ടി വരും. അപ്പൊ ഞാൻ ഇൻസ്റ്റാളേഷൻ ഒക്കെ ചെയ്യുന്നത് വേറെ ടാബിലാണ്, അത് സെയിം ഫോൾഡറിൽ തന്നെ. നമ്മൾ ക്രെഡൻഷ്യൽസ് കൊടുത്തിട്ട് നമ്മളെ ഫയലിന്റെ മുകളിൽ എന്ത് ചെയ്യണം? require.env config എന്ന് കൊടുക്കണം. എന്നിട്ട് ഇതേപോലെ നമുക്ക് ആക്സസ് ചെയ്യാം. ജസ്റ്റ് കോപ്പി ചെയ്യാണ്. ഓക്കെ, അത്രയും മതിയാവും. നമുക്ക് ഈ ഒരു വിൻഡോ ക്ലോസ് ചെയ്യാം. ഓക്കെ, നമ്മൾ മെയിൻ ഫയലില് എന്നിട്ട് ഈ ഒരു .env റിക്വയർ ചെയ്യുന്നത് ഏറ്റവും ടോപ്പിലായിരിക്കണം, നിർബന്ധമാണ് കേട്ടോ. require.env എന്നിട്ട് അതിൽ തന്നെ .config ഓഫ് ആ ഒരു ഫംഗ്ഷൻ വിളിക്കുക. എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഇനി പ്രോസസ് env കൺസോൾ ലോഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അപ്പോ അത് സേവ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് എന്തിൻ്റെ വരും? റീസ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ വേണ്ട, റീസ്റ്റാർട്ട് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല, ബൈ ഡീഫോൾട്ട് തന്നെ വന്നിട്ടുണ്ട്. .envയിൽ ഒരുപാട് കാര്യങ്ങൾ ബൈ ഡീഫോൾട്ട് വരും. അതേപോലെ നമ്മൾ കൊടുത്ത കോൺഫിഗറേഷൻസ് ഉണ്ടാവും. യൂസർ, കമാൻഡ്, മോഡ്, അങ്ങനെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെ വന്നിട്ട് നമ്മൾ കൊടുത്ത ഫയൽസ്, നമ്മൾ കൊടുത്ത കോൺഫിഗറേഷൻ MongoDB URI പോർട്ട് വന്നതുണ്ട് അല്ലേ. അപ്പൊ ഇത് നമുക്ക് യൂസ് ചെയ്യാം. യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ 3000 കൊടുത്തെടുത്ത് എന്താണ് കൊടുക്കേണ്ടത്? പ്രോസസ് എന്ന് പറയുന്നത് Node.jsന്റെ ബിൽറ്റ് ആയിട്ടുള്ള പാക്കേജ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യണമെന്നില്ല. env ഡോട്ട് എന്താണ് നമ്മളെ ആ ഒരു വേരിയബിളിന്റെ നെയിം, പോർട്ട്, അങ്ങനെ ഒരു പോർട്ട്. ഇനി അല്ല പോർട്ട് അങ്ങനെ ഒരു env നിങ്ങൾ ഫയൽ എന്തോ കാരണവശാൽ നിങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ ബൈ ഡീഫോൾട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ 3000 എടുക്കണം. ഓർ ഒന്നെങ്കിൽ ഇത് എടുക്കുക, അത് കിട്ടിയില്ലെങ്കിൽ വെറുതെ 3000 എന്ന് പറഞ്ഞ് എടുത്തോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. കൺസോളൊക്കെ ഒഴിവാക്കാം. പിന്നെ അതേപോലെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് .env എന്തായാലും ടോപ്പിൽ കൊടുക്കണം. പിന്നെ ഇൻബിൽറ്റോ അല്ലെങ്കിൽ തേർഡ് പാർട്ടി പാക്കേജ് ഒക്കെ റിക്വയർ ചെയ്യുന്ന ഫസ്റ്റ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ പാക്കേജ് കസ്റ്റം ഫയലൊക്കെ ലോഡ് ചെയ്യുന്നത് കൊടുക്കേണ്ടത്. പിന്നെ അതും കൂടെ കഴിഞ്ഞിട്ട് ഒരു സ്പേസ് ഇട്ടിട്ട്, ഒരു ലൈൻ സ്പേസ് ഇട്ടിട്ടാണ് കോഡിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഓരോ ബ്ലോക്കും സെപ്പറേറ്റ് ഒരു ലൈൻ സ്പേസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് വ്യൂസ് എൻജിൻ സെറ്റ് ചെയ്യുന്ന അത് ഇങ്ങനെ സെപ്പറേറ്റ് കൊടുത്തു, റൗട്ടിന്റെ സെപ്പറേറ്റ് കൊടുത്തു, ആപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സെപ്പറേറ്റ്. അപ്പൊ നമുക്ക് റീഡബിലിറ്റി ഇംപ്രൂവ് ആവും. ഇപ്പോഴും നമ്മളെ കോഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പോർട്ട് 3000 അത് റൺ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് MongoDB ഡാറ്റാബേസ് കണക്ട് ചെയ്യണം. ഡാറ്റാബേസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മോങ്കൂസിന്റെ കണക്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുക. അതായത് ആദ്യം മോങ്കൂസ് നമുക്ക് എന്ത് ചെയ്യണം? ഇൻസ്റ്റാൾ ചെയ്യണം. നമ്മൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടോ നോക്കാം. നമ്മൾ എന്തൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത്? എക്സ്പ്രസ് pug.env. പിന്നെ മോങ്കൂസ് ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. മോങ്കൂസിന്റെ ഡോക്യുമെന്റേഷൻ mongoose.js.com ആണ്. അപ്പൊ ഇൻസ്റ്റാളേഷൻ എങ്ങനെയാണെന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. റിക്വയർ മോങ്കൂസ് എന്നെങ്കിൽ Node.jsന്റെ റിക്വയർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ, ഇനി അതല്ല ES6 ഇമ്പോർട്ട് ആണെങ്കിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് 2 സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. മറ്റേ ടാബിലേക്ക് പോയിട്ട് npm install mongoose അല്ലെങ്കിൽ npm i mongoose. മോങ്കൂസ് അവിടെ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇനി നമുക്ക് റിക്വയർ ചെയ്യാം. കുറെ ഫയൽസ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നാവിഗേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഫയൽസ് ഒക്കെ ക്ലോസ് ചെയ്ത് വെക്കാം. പിന്നീട് ആവശ്യം വരുന്നതിനനുസരിച്ച് ഓപ്പൺ ചെയ്താൽ മതിയാവും.
അപ്പോൾ ആപ്പ് ജെ എസിൽ വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒരു പാക്കേജ് തേർഡ് പാർട്ടി പാക്കേജ് ഉണ്ട്, നമ്മൾ റൗട്ട് ഇമ്പോർട്ട് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിട്ട് കൊടുത്തു. മോങ്കൂസ് റിക്വയർ ചെയ്തിട്ടുണ്ട്. ഇനി മോങ്കൂസിൽ കണക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് എഞ്ചിനൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കൊടുക്കാം. നിർബന്ധമല്ല എവിടെയാന്നുള്ളത്. മോങ്കൂസിൽ മോങ്കൂസ് ഡോട്ട് കണക്ട്, അതിലെന്താണ് പ്രോസസ് ഡോട്ട് env മോങ്കോ യുആർ ഏതല്ല നമ്മൾ കൊടുത്തത്. എന്നിട്ട് അതിലൊരു നമുക്കൊരു പ്രോമിസ് വിളിക്കും, ദെന്നബിൾ എന്ന് പറയും. ദെന്നബിൾ ആയിട്ടുള്ള പ്രോമിസ്, അതായത് പോയി കണക്ട് ചെയ്ത് തിരിച്ചു വരണ്ടേ. ദെൻ കണക്ട് ചെയ്തതിന് ശേഷം അപ്പൊ ഒരു കോൾ ബാക്ക് ഫംഗ്ഷൻ ഉണ്ട്. എന്നിട്ട് അതിൽ പറയാം കൺസോളോ ഡോട്ട് മോങ്കോ ഡി ബി കണക്റ്റഡ്. എന്നിട്ട് ഡോട്ട് ക്യാച്ച്, എന്തെങ്കിലും കാരണവശാൽ കണക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് എറർ, കൺസോളോക്ക് എറർ കണക്ട് ടു മോങ്കോ ഡി ബി, എന്നിട്ട് ആ എററും കൂടെ കൺസോളോക്ക്. ഇതൊരു കോൾ ബാക്ക് ഫംഗ്ഷൻ ആണ്. ഇതാണ് ദെന്നബിൾ എന്ന് പറയുന്നത്. ദെന്ന് ക്യാച്ചിലാണ് എറർ വരിക, ദെന്നിൽ സക്സസ് ആണെങ്കിൽ അതിലേക്ക് വരും. നമ്മൾ ഒന്ന് സേവ് ചെയ്ത് നോക്കാം മോങ്കോ ഡി ബി കണക്ട് ആവുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. അപ്പൊ മോങ്കോ ഡി ബി കണക്റ്റഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ലോഗ് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ എറർ ഒന്നുമില്ല, മോങ്കോ ഡി ബി കണക്ഷൻ ഒക്കെ ഓക്കെ ആണ്. ഇനി ഇവിടെ വന്നിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റിച്ചു കൊടുത്തു. ഓക്കെ, ഈ envയിൽ നമ്മൾ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൺട്രോൾ ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് ഒന്നുകൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് എറർ അവിടെ വന്നു. എറർ കണക്ടിങ് ടു മോങ്കോ ഡി ബി എന്ന് പറഞ്ഞിട്ടുള്ള എററും ആ ഒരു മെസ്സേജും, പിന്നെ അതേപോലെ മോങ്കോ പാർസർ ഇൻവാലിഡ് സ്കീം എന്ന് പറഞ്ഞിട്ട് എക്സ്പെക്റ്റഡ് കണക്ഷൻ സ്ട്രിങ് ടു സ്റ്റാർട്ട് വിത്ത് മോങ്കോ ഡി ബി. കണക്ഷൻ സ്ട്രിങ് മോങ്കോ ഡി ബിയിലോ അല്ലെങ്കിൽ മോങ്കോ ഡി ബി പ്ലസ് SRV എന്ന് പറയുന്നത് ഇതിലോ ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. SRV എന്ന് പറയുമ്പോൾ ഓൺലൈൻ ഒക്കെ ആണെങ്കിൽ SRV ആയിരിക്കും, ലോക്കൽ ആണെങ്കിൽ ജസ്റ്റ് മോങ്കോ ഡി ബി ആയിരിക്കും. അപ്പൊ എററൊക്കെ പ്രോപ്പർ ആയിട്ട് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാം, ആ ഒരു നമ്മൾ എക്സ്ട്രാ സ്ട്രിങ് ഡിലീറ്റ് ചെയ്തു, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒന്നുകൂടെ സ്റ്റാർട്ട് ചെയ്തു. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? നമ്മളെ നോഡ് മോന് ബൈ ഡിഫോൾട്ട് JS, MJS, CJS, JSON ഈ ഫയലിലാണ് എന്ത് ചെയ്യാം, ലിസൺ ചെയ്യാം.